തൃശൂരിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ബുദ്ധിവൈകല്യം നേരിടുന്ന യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ കുറഞ്ഞത് മൂലമാണ് മരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തൽ. വിവരങ്ങളുമായി ഇതാ സാരംഗ് കൂടി തൃശൂരിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഈ പ്ലേറ്റ്ലെറ്റുകൾ കുറഞ്ഞതാണ് മരണകാരണം എന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നു. അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഈ ശരീരത്തിലെ മരിച്ച ആളുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതുപോലുള്ള പാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഇന്നലെ അറിഞ്ഞതാണ്. എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ? സെന്തൂരി, തീർച്ചയായും കഴിഞ്ഞ 3-ാം തീയതിയാണ് ഇത്തരത്തിൽ ബുദ്ധിവൈകല്യം നേരിടുന്ന യുവാവ് തൃശൂർ വിയൂർ ജയിലിൽ കസ്റ്റഡിയിൽ തുടരവെ മരണപ്പെട്ടത്. ആ മരണവുമായി ബന്ധപ്പെട്ട് ആ യുവാവിൻ്റെ കുടുംബം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ശരീരത്തടക്കം മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ആ മർദ്ദനമേറ്റ പാടുകൾ ആ യുവാവിൻ്റെ ശരീരത്തിൽ വന്നത് എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് വിശദമായിട്ടുള്ളൊരു പരിശോധനകളും അന്വേഷണങ്ങളും വേണം എന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ആ സംഭവത്തിൽ ഇപ്പോൾ യുവാവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്നലെ തന്നെ പൂർത്തിയായി. അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞത് മൂലമാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിന്ദൂരി ചോദിച്ച പോലെ തന്നെ മറ്റൊരു ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ശരീരത്തിലേറ്റ പാടുകൾ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ആ ശരീരത്തിലേറ്റ പാടുകൾ മരണകാരണമല്ല എന്ന് ഈ ഡോക്ടർമാർ ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ മർദ്ദനമേറ്റ പാടുകൾ എങ്ങനെ വന്നു എന്നുള്ള കാര്യം കൂടിയാണ് കണ്ടെത്തേണ്ടത്. അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് തന്നെയാണ് ഒരുങ്ങുന്നത്. യുവാവിൻ്റെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കും. അതിനുശേഷം മാത്രമേ കൃത്യമായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ മാസം 18-നാണ് ഇത്തരത്തിൽ ചിറ്റിശ്ശേരി സ്വദേശിയായിട്ടുള്ള മാനസിക വൈകല്യം നേരിടുന്ന 50% വൈകല്യം നേരിടുന്ന ഈ വ്യക്തിയെ ഒരു പിടിച്ചുപറി കേസിൽ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം കഴിഞ്ഞ മാസം തന്നെ 26-ാം തീയതി ഈ യുവാവ് വിയൂർ ജയിലിൽ വെച്ച് തലകറങ്ങി വീഴുകയായിരുന്നു. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് ചികിത്സയിലായിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 3-ാം തീയതി ഉച്ചയോട് കൂടിയിട്ടാണ് യുവാവ് മരണപ്പെടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് കുടുംബം വലിയ ആരോപണം ഉന്നയിച്ച് രംഗത്ത് എത്തിയിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയും വേണം എന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഈ മുറിപ്പാടുകൾ അല്ലെങ്കിൽ ശരീരത്തിൽ ക്ഷതമേറ്റതിൻ്റെ പാടുകൾ എങ്ങനെയെന്ന് ഇനി എന്തായാലും കണ്ടെത്തേണ്ടതുണ്ട്. കുടുംബം ആരോപിക്കുന്ന പ്രധാന കാരണം അല്ലെങ്കിൽ പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഈ മർദ്ദനം ഈ സ്റ്റേഷനിൽ വെച്ച് ഏറ്റതാണോ അല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് ഇത്തരത്തിൽ റിമാൻഡ് ചെയ്തപ്പോൾ അവിടെ വെച്ച് ഏതെങ്കിലും സഹതടവുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണമാണോ എന്നുള്ള കാര്യം കൂടി പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് പോലീസ് തന്നെയാണെന്ന് ആ കുടുംബം ആരോപിച്ചിരുന്നു. ആ കുടുംബമാണ് ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്ത് വന്നിരുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ പരാതിയും നൽകിയിരുന്നു. ഈ യുവാവ് ഇത്തരത്തിൽ ആശുപത്രിയിലാകുന്ന സമയത്ത് തന്നെ ഈ കുടുംബം പരാതി കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. എന്നാൽ അതിൽ കാര്യമായിട്ടുള്ള പുരോഗതിയോ നടപടികളോ ഉണ്ടായില്ല എന്നുള്ള ഒരു ആരോപണം കൂടി യുവാവിൻ്റെ അച്ഛൻ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ്. എന്തായാലും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങളനുസരിച്ച്, അതായത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക വിവരങ്ങളനുസരിച്ച് മരണകാരണം ഈ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞത് മൂലം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടർമാർ പറയുന്നുണ്ട്, ഈ യുവാവിൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്തായിട്ട് ഈ ക്ഷതമേറ്റതുപോലെ അല്ലെങ്കിൽ തടിച്ച പാടുകളുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ ഇക്കാര്യത്തിൽ പറയുന്നത് ഈ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞത് മൂലം അത്തരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന വീർമതകളാണ് അല്ലെങ്കിൽ തടിപ്പുകളാണ് അതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ള മർദ്ദനത്തിൻ്റെ പാടുകൾ കൂടി അത്തരത്തിൽ ശാസ്ത്രീയമായിട്ട് അറിയേണ്ടതുണ്ട്. കാരണം ഒരുപക്ഷെ പ്ലേറ്റ്ലെറ്റുകൾ കുറയുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന കേടുപാടുകൾ അല്ലെങ്കിൽ അങ്ങനെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റമാണോ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് എന്ന് അറിയില്ല. അപ്പോൾ ആ കാര്യം കൂടി എന്തായാലും പരിശോധിക്കേണ്ടതുണ്ട്. വിശദമായിട്ടുള്ള പരിശോധന തന്നെയാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. ആന്തരിക അവയവങ്ങൾ ഇന്ന് തന്നെ പരിശോധനയ്ക്ക് അയക്കും. അതിനുശേഷം അതിൻ്റെ ഒരു റിസൾട്ട് കൂടി വരുന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കുടുംബം ഉന്നയിച്ചിരുന്നത്, ഈ യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നത്, അതായത് കഴിഞ്ഞ മാസം 18-നാണ് അറസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ കുടുംബം
പോലീസിനെ ബോധ്യപ്പെടുത്തിയതാണ് തൻ്റെ മകൻ ഇത്തരത്തിൽ മാനസിക വൈകല്യം നേരിടുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഗവൺമെൻറ് നൽകുന്ന അല്ലെങ്കിൽ ഡോക്ടർമാർ നൽകുന്ന അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിരുന്നു. എന്നിട്ട് പോലും പോലീസ് ഇക്കാര്യം മജിസ്ട്രേറ്റിന് മുന്നിൽ മറച്ചുവെച്ചു എന്നൊക്കെയാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുന്നു. വൈകാതെ തന്നെ ഈ മരണത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധന കഴിഞ്ഞ ശേഷമുള്ള റിസൾട്ട് കൂടി വരുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. സാറ് വളരെ വളരെ ഗുരുതരമായ ഒരു ആരോപണമല്ലേ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്? ഇപ്പോൾ മർദ്ദനമേറ്റതാണോ മരണ കാരണം, ശരീരത്തിലെ പാടുകളുടെ പിന്നിൽ മർദ്ദനമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാരംഗ് പറഞ്ഞതുപോലെ തന്നെ വിശദമായ റിപ്പോർട്ടുകൾക്ക് ശേഷമേ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അപ്പോഴും ഈ കുടുംബത്തിൻ്റെ ഈ രണ്ടാമത്തെ ആരോപണം, അതായത് തൻ്റെ മകന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തിയിട്ടും മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ ആ കാര്യം മജിസ്ട്രേറ്റിൻ്റെ മുന്നിലേക്ക് എത്തിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു ഗുരുതരമായ ആരോപണമായി തന്നെ തീരുകയില്ലേ? കാരണം ഉറപ്പായിട്ടും അങ്ങനെ ഈ ബുദ്ധിവൈകല്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഒരാളെ ഒരു സാധാരണ ജയിലിലോ അല്ലെങ്കിൽ അങ്ങനെ ഈ ഇത്തരത്തിലുള്ള ക്രിമിനൽ തടവുകാരുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമില്ല. അത് മറ്റൊരു മാർഗം എന്തായാലും കണ്ടെത്തേണ്ടിയിരിക്കണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാത്തടത്തോളം കാലം പോലീസ് ഇത് മറച്ചു വെച്ചു എന്ന് തന്നെയല്ലേ, ആ ഒരു അനുമാനത്തിലേക്കല്ലേ ഈ സ്വാഭാവികമായി നമ്മൾ എത്തിച്ചേരുന്നത്? തീർച്ചയായും സിന്ദൂരി പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം ബുദ്ധിവൈകല്യം നേരിടുന്ന വ്യക്തികളെ, അത് പ്രത്യേകിച്ച് ഈ 50%-ലധികം ബുദ്ധിവൈകല്യം നേരിടുന്ന വ്യക്തികളെ ഉടനടി തന്നെ ഇത്തരത്തിൽ അതിൻ്റെ പരിശോധനകളൊന്നും നടത്താതെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമവ്യവസ്ഥകളൊക്കെ തന്നെയും വലിയ രീതിയിൽ പരിഗണിക്കാതെ ഈ റിമാൻഡ് തടവിലേക്ക് വിടുക എന്ന് പറയുന്നതിൽ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട്. എന്നാൽ അതൊക്കെ തന്നെയും പോലീസ് പരിശോധിക്കേണ്ടതായിരുന്നു. അതായത് ആദ്യമേ തന്നെ ഈ കുടുംബം ബോധ്യപ്പെടുത്തിയ സമയത്ത് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പോലീസിന് മുന്നിൽ ഹാജരാക്കിക്കൊണ്ടാണ് ഈ കുടുംബം ഇത്തരത്തിൽ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നത്. അത് പോലീസ് എന്ത് ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഇക്കാര്യം ബോധ്യപ്പെടുത്തണമായിരുന്നു. ഇപ്പോൾ തങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഈ യുവാവ് ഇത്തരത്തിൽ മാനസിക വൈകല്യം നേരിടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമായിരുന്നു. അങ്ങനെ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ച എന്ന് കുടുംബം ആരോപിക്കുന്നത് ഇത്തരത്തിൽ ഈ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ വിവരം ബുദ്ധിവൈകല്യം നേരിടുന്ന യുവാവാണ് എന്നുള്ള വിവരം ഈ പോലീസ് അറിയിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. എന്തായാലും അതിനെ സംബന്ധിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള യുവാക്കളെ അറസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് റിമാൻഡിലേക്ക് വിടുന്നതിന് മുന്നേയൊക്കെ പാലിക്കേണ്ട കുറച്ച് നിയമവ്യവസ്ഥകളുണ്ട്. അത് ആ മനുഷ്യനോട് കാണിക്കുന്ന നീതി കൂടിയാണ്. കാരണം അത്രമാത്രം വൈകല്യം നേരിടുന്ന വ്യക്തികളോട് കാണിക്കേണ്ട നീതി കൂടിയാണ്. അവരുടെ ആ സാഹചര്യം എന്തായാലും അല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ആ ഒരു വൈകല്യം അത് പോലീസ് എന്തായാലും കണക്കിലെടുക്കണമായിരുന്നു. അതിനുശേഷം മാത്രമേ മറ്റെന്ത് നടപടിയാണെങ്കിലും അതിനുശേഷം മാത്രമേ പാലിക്കാൻ പാടുകയുള്ളൂ എന്നുള്ളതായിരുന്നു. എന്നാൽ അത് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വീഴ്ച എന്തായാലും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്, ആവശ്യപ്പെടുന്നത്. ഇന്നെന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ തന്നെ പൂർത്തിയാക്കി കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട്. ഇന്ന് രേഷ് ബാബു എന്ന യുവാവിൻ്റെ ഈ സംസ്കാര ചടങ്ങുകളടക്കം ഇന്ന് നടക്കുന്നതായിരിക്കും. സിന്ധു, ശരി, വ്യക്തമാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.